അതേ നമ്മള് അലോവേറ മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ചിടെയായിട്ട് നല്ല മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാ, നെറ്റി കയറി പോവാ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 2 മാസമായിട്ടുണ്ടാവും മുടീനെ നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറി, നെറ്റി കയറലൊക്കെ കുറഞ്ഞു. ഇവിടെയൊക്കെ ദേ കുഞ്ഞു കുഞ്ഞു മുടികൾ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് മാറാനായിട്ട് എന്താണ് ചെയ്തതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ മുടി കാട് പോലെ വളരും, മുടി കാൽമുട്ട് വരെ വളരുന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ മുടി ഉണ്ടായിരുന്ന മുടി എങ്ങനെ നമുക്ക് നല്ല തിക്കോട് കൂടി നമ്മുടെ മുടി അത്യാവശ്യം നീളത്തിലൊക്കെ എങ്ങനെയാണ് നമുക്ക് വളർത്തിയെടുക്കാന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് പണ്ട് ഒരുപാട് മുടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ഡെലിവറിക്കൊക്കെ ശേഷം നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്താ പറയാ, ആ കൊഴിച്ചിലൊക്കെ മാറ്റി അത്യാവശ്യം കുറച്ച് നീളമൊക്കെ വെച്ചിട്ടുണ്ട്. മുടിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് മാർഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹെയർ പാക്ക് ഞാൻ ആഴ്ചയിൽ 2 ഹെയർ പാക്ക് ആണ് കേട്ടോ ഇടാറുള്ളത്. സോറി, ആഴ്ചയിൽ 2 ദിവസമാണ് ഞാൻ ഹെയർ പാക്ക് ഇട്ടിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാറുള്ളത്. ആഴ്ചയിൽ 2 തവണ മാത്രമാണ് തല കുളിക്കാറുള്ളത് കേട്ടോ, ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അങ്ങനെ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ നല്ല മുടി കൊഴിച്ചിലായിരുന്നു. പക്ഷെ ആഴ്ചയിൽ 2 തവണ കുളിക്കുമ്പോൾ നല്ല നമുക്ക് മുടി കൊഴിച്ചിലിന് നല്ല കുറവ് വന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ നമുക്ക് ആദ്യം ഹെയർ പാക്ക് ഉണ്ടാക്കണം, അതിനുശേഷം എണ്ണയൊക്കെ തേക്കണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പുമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. പാക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2 തവണയാണ് ആഴ്ചയിൽ കുളിക്കാറുള്ളത്. അത് ഹെയർ വാഷ് മാത്രമാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഹെയർ പാക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മള് ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയന്റ് അലോവേറ ആണ് കേട്ടോ. അലോവേറ മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേറയാണ്. എല്ലാ വീട്ടിലും ഒരു അലോവേറയുടെ തണ്ടുള്ളത് നല്ലതാണ് കേട്ടോ. അപ്പൊ അലോവേറ യൂസ് ചെയ്യുമ്പോൾ നമ്മള് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വരുന്ന മഞ്ഞ ലിക്വിഡ് കളഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇത് ചിലവർക്കൊക്കെ ഇങ്ങനെ അലർജി കാര്യങ്ങൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഈ മഞ്ഞ ലിക്വിഡ് കുറച്ച് നേരം നമ്മളൊരു 10-15 മിനിറ്റ് ഇത് ഇങ്ങനെ കുത്തിച്ചാരി വെക്കുകയാണെങ്കിൽ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മഞ്ഞ ലിക്വിഡ് മൊത്തമായിട്ട് പോയി കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മള് അലോവേറ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് പറിക്കാൻ പോവാം. അടുത്തതായി നമ്മൾ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. ചുവന്ന ചെമ്പരത്തി 5 ഇതളുള്ളത്. നല്ല അടിപൊളി ഒരു സാധനമാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ. മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തിപ്പൂവ്. അപ്പൊ നമ്മുടെ ഹെയർ പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഉലുവയാണ് കേട്ടോ. ഉലുവ നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് മൂന്നും കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. നമ്മുടെ ഉലുവയുടെ കുതിർക്കാൻ ഇട്ടപ്പോൾ ഉള്ള വെള്ളം മാത്രമാണ് ഇതിൽ ചേർക്കണുള്ളൂ. പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ഈ ബാക്കിലെ ഈ ഞെട്ട് കളഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ 5 ഇതളുള്ള ചെമ്പരത്തി പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കൂടുതൽ നമുക്ക് എഫക്റ്റ് കിട്ടുക കൂടുതലായിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് ഈ 5 ഇതളുള്ള ചെമ്പരത്തി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉലുവയും അലോവേറയും ഒക്കെ. പിന്നെ അലോവേറയും ഉലുവയും കൂടിയിട്ട് തേക്കുമ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനൊക്കെ നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ മൂന്നും കൂടി നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ. പിന്നെ നമുക്കൊരു വെള്ള തുണി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഹെയർ പാക്ക് അരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാട്ടോ. ഇതാണ് ഏറ്റവും മെനക്കേട് പണി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കാട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇത്
അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത്തിരി ശക്തിയിലൊക്കെ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെയാണ് വരുള്ളൂ കേട്ടതെന്ന്. അപ്പൊ അതേ നമ്മുടെ ഹെയർ പാക്ക് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണ്ണി ഞാൻ ചേർക്കുന്നില്ല. ഉണ്ണി നമ്മുടെ തലയിലാവുമ്പോ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പൊ ഉണ്ണി ചേർക്കുന്നില്ല, വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മള് ആവണക്കെണ്ണയാണ് ചേർത്ത് പിന്നെ നമുക്ക് അതിലേക്ക് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ 2 സ്പൂൺ ആവണക്കെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല എഫക്റ്റ് ആണ് കേട്ടോ നമ്മുടെ മുടിക്ക് കിട്ടുക. നല്ലൊരു എന്താ പറയാ, ഒരു സിൽക്കി ഹെയർ ആയി മാറും ചെയ്യും. നമുക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറിയും അതുപോലെ തന്നെ മുടി നന്നായിട്ട് നമുക്ക് തിക്കായിട്ട് വളരും ചെയ്യും കേട്ടോ. നമുക്ക് പുതിയ മുടികളൊക്കെ വളരാനായിട്ട് ഈ ഹെയർ പാക്ക് സഹായിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത പണി എന്താന്ന് നോക്കാം. ഇനി നമ്മള് തലയില് മൊത്തമായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് നമ്മുടെ തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയിട്ട് കാണുന്ന അറിയില്ല കേട്ടോ. എനിക്കിത് ഇവിടെയൊക്കെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കാച്ചെണ്ണ. അപ്പൊ ഭൃംഗരാജും അതുപോലെ തന്നെ കുറേ അധികം പച്ചമരുന്നുകളൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ എണ്ണയാണ്. അപ്പൊ ഇത് ഫുള്ള് ഉണ്ടായിരുന്നു. അപ്പൊ അതേ നമ്മുടെ ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രിപ്പ് എണ്ണ കാച്ചാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാച്ചുന്ന വീഡിയോ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഡെലിവറിക്ക് ശേഷം ഇങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഈ കുറച്ച് ട്രിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറും കേട്ടോ. ഇനി നമുക്ക് തല നിറയെ എണ്ണ തേച്ചിട്ട് കാണാം. അപ്പൊ നമ്മുടെ തലയില് കാച്ചെണ്ണ മൊത്തമായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ തലയില്. അപ്പൊ നമ്മുടെ തലയിൽ മൊത്തമായിട്ട് നമ്മുടെ തുമ്പുഭാഗം വരെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ നന്നായിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതേ നമ്മുടെ ഹെയർ പാക്ക് നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഓരോ വകച്ചേ എടുത്ത് കൊടുത്തിട്ട് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. നല്ലൊരു തണുപ്പാണ് നമ്മുടെ തലയ്ക്ക്. ഒരു മിനിറ്റ് കൈ കാട്ടിയ. പിന്നെ നമുക്ക് ഓരോ ഭാഗത്തായിട്ട് നമ്മുടെ തല മൊത്തമായിട്ട് ഈ ഹെയർ പാക്ക് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. നല്ല തണുപ്പാണ് കേട്ടോ നമുക്ക് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. നല്ല സൂപ്പർ ഹെയർ പാക്കാണ്. നമ്മുടെ തുമ്പ് ഭാഗം വരെ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ ഈ ഹെയർ പാക്ക്. നല്ല സുഖമാണ് ഇത് തേക്കുമ്പോ. ഹായ്, നമ്മുടെ തലയിൽ മൊത്തമായിട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഹെയർ പാക്ക്. നല്ല തണുപ്പാട്ടോ. അപ്പൊ ഇനി നമുക്കിത് ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കാം. കൂടുതലും നമ്മുടെ തലയോട്ടിയിലാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചില് നമുക്ക് അവിടെ നിന്നാണ് മുടി കൂടുതൽ കൊഴിഞ്ഞു പോവാ. അപ്പൊ നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഹെയർ പാക്ക് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ആയിട്ടുള്ള ഹെയർ പാക്കാണ്. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്താണെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.